പിന്നെ ഇതൊക്കെ ചില പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. RST 6.5, 7.5, 5.5 ട്രാപ്പ്. ഇതിൽ പ്രത്യേകിച്ച് ട്രാപ്പ് എന്ന് പറഞ്ഞ പിന്നെ വന്നിട്ട് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. അതെന്താ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഈ ട്രാപ്പിൽ കൂടിയായിട്ടാണ് നമ്മൾ ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, നിർത്തി വെച്ചിട്ട് ട്രാപ്പിൽ ഇന്ററപ്റ്റ് സിഗ്നൽ എന്ത് വരുന്നുണ്ടോ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതേ സമയത്ത് ഈ ഇന്ററപ്റ്റ് സിഗ്നലിൽ കൂടിയൊക്കെയാണ് നമ്മൾ എന്ത് സിഗ്നൽസ് ഇന്ററപ്റ്റ് സിഗ്നൽ വരുവാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസർ അത് നിർത്തണമെന്നും ഇല്ല. പക്ഷേ പിന്നെ അടുത്ത കാര്യം, ട്രാപ്പിൽ കൂടി നമ്മൾ സിഗ്നൽ കൊടുത്തിട്ട് മൈക്രോ പ്രോസസർ ട്രാപ്പ് എന്ന് പറയുന്ന പ്രകാരം എന്താണ് മെയിൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇതിന്റെ ഇടക്കാണ് ട്രാപ്പിൽ സിഗ്നൽ വന്നിട്ട് സബ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് വേറെ ഇതിലെ കൂടി ഇന്ററപ്റ്റ് സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, മൈക്രോ പ്രോസസർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സബ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് പിന്നെയും മെയിൻ പ്രോഗ്രാമിലോട്ട് പോകുന്നത് വരെ ഈ റിക്വസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യൂല. അതുകൊണ്ടാണ് ട്രാപ്പ് എന്ന് പറഞ്ഞത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. മെയിൻ ആയിട്ട് ഇന്ററപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഫുള്ളും നമ്മൾ ട്രാപ്പിൽ കൂടിയുള്ള സിഗ്നലിൽ കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഇന്ററപ്റ്റ് വന്നിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് പ്രയോറിറ്റി ചോദിക്കും, ഏതാണ് ഹയർ പ്രയോറിറ്റി ഏതാണ് ലോവർ പ്രയോറിറ്റി എന്ന് ചോദിക്കും. ഹയർ പ്രയോറിറ്റി ഉള്ളത് ട്രാപ്പിക്കാണ്, ലോവർ പ്രയോറിറ്റിക്ക് ഉള്ളത് ഇന്ററപ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ പ്രയോറിറ്റിയുടെ ഓർഡറിൽ ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5, ലാസ്റ്റ് വൺ INTR. ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. ഇത് ഹയർ പ്രയോറിറ്റി, ഇത് ലോവർ പ്രയോറിറ്റി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ കൂടെയുള്ള എക്സ്ട്രാ ഒരു പിന്നാണ് INTA, ഇന്ററപ്റ്റ് അക്നോളജ് എന്ന് പറഞ്ഞ പിന്നെ. അതായത് പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അക്നോളജ് കാർഡും കൂടി വെച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത്. അതായത് നമ്മളെ പോസ്റ്റ് അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂക്കുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് എത്തിച്ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഒരു അക്നോളജ്മെന്റ് കാർഡും കൂടി ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആ അക്നോളജ് കാർഡ് അവർ എന്ത് ചെയ്യുന്നത് തിരിച്ച് നമുക്ക് അയച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകും എന്തായി നമ്മുടെ ആപ്ലിക്കേഷൻ വന്നിട്ട് സുരക്ഷിതയോടെ അവിടെ എത്തി എന്നുള്ളത് അല്ലെ. അപ്പൊ ഇന്ററപ്റ്റ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ട് മൈക്രോ പ്രോസസർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഈ സിഗ്നൽ ഇന്ററപ്റ്റ് അക്നോളജ് സിഗ്നലിൽ കൂടി നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ മാസ്കബിൾ ഇത് എന്താണ്, ട്രാപ്പ് എന്ന് പറഞ്ഞത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ് ട്രാപ്പ്, ബാക്കിയെല്ലാം മാസ്കബിൾ ഇന്ററപ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഈ ഇന്ററപ്റ്റിൽ തന്നെ വേറെ ഒരു ഇതും കൂടി ഉണ്ട്, വെക്ടർ ആൻഡ് നോൺ വെക്ടർ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വെക്ടർഡ് ആൻഡ് നോൺ വെക്ടർഡ് ഇന്ററപ്റ്റ്. വെക്ടർഡ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മാനുഫാക്ചറിങ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഈ ട്രാപ്പുക്കുള്ള എന്താണ് ഇന്ററപ്റ്റുക്കുള്ള അഡ്രസ് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതാണ് വെക്ടർഡ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞത്. നോൺ വെക്ടർഡ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പ്രോസസർ വന്നിട്ട് എന്ത് ചെയ്ത് തന്നിട്ടുണ്ടാകത്തില്ല, അഡ്രസ് വന്നിട്ട് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാകത്തില്ല. ഓക്കെ, അതാണ് നോൺ വെക്ടർഡ് ഇന്ററപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണ് എക്സ്റ്റേണലി. ഇപ്പൊ ഇന്ററപ്റ്റ് സിഗ്നൽ കഴിഞ്ഞു, ഇനി എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ഗ്രൂപ്പിൽ തന്നെയാണ് നമ്മളിപ്പോൾ. അടുത്തത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോൾഡ് എന്ന് പറഞ്ഞ പിന്നാണ്. ഹോൾഡ് എന്ന് പറഞ്ഞ പിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഹോൾഡ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പുറത്തിരിക്കുന്ന പെരിഫറൽ ഡിവൈസസ് ഇല്ലേ, അതായത് മൈക്രോ പ്രോസസർ ഉണ്ട്, പുറത്ത് മെമ്മറി ഉണ്ടാവും, വേറെ IO ഡിവൈസസ് ഉണ്ടാവും. ഈ പുറത്തിരിക്കുന്ന ഈ പെരിഫറൽ ഡിവൈസസ് വന്നിട്ട് ഈ അഡ്രസ് ലൈൻസ് ഇല്ലേ, എപ്പോഴും നമ്മൾ കൂടുതൽ മെമ്മറിയിലുള്ള അഡ്രസ് ലൈൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യത്തുള്ളൂ. ഈ പുറത്തിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അഡ്രസ് ലൈൻസ് ഒന്നും ഇല്ല. ഈ അഡ്രസ് ലൈൻസുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അത്രയും നേരം നമ്മൾ മെമ്മറിയിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇതേ അഡ്രസ് ലൈൻസ് ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന ഒരു പിന്നാണ് ഹോൾഡ് എന്ന് പറഞ്ഞ പിന്ന്. അതാണ് ഹോൾഡ്, ഇൻപുട്ട് പിന്നാണ്. പുറത്തിരിക്കുന്ന പെരിഫറൽ ഡിവൈസസ് ഈ ഹോൾഡ് എന്ന് പറഞ്ഞ പിന്നിൽ കൂടിയാണ് എന്ത് ചെയ്യും, റിക്വസ്റ്റ് കൊടുക്കും. പ്ലീസ് ഞാൻ ഈ ഒരു അഡ്രസ് ലൈൻസുകളെ ഫുള്ളും എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് പിന്ന് സിഗ്നൽ വന്നിട്ട് കൊടുക്കും. അത് ഏത് പിന്നിൽ കൂടിയാണ്, ഹോൾഡിൽ കൂടിയാണ് കൊടുക്കത്തുള്ളൂ. ഓക്കെ, മൈക്രോ പ്രോസസർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് ഈ പെരിഫറൽ ഡിവൈസസ്ക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ എന്ത് വേണം, അവിടെയും ഒരു അക്നോളജ് വേണം. അപ്പൊ ഹോൾഡ് അക്നോളജ് എന്ന് പറഞ്ഞ ഒരു പിന്നുണ്ട്, അതാണ് ഇത് HLDA, ഹോൾഡ് അക്നോളജ് പിന്ന്. ഇപ്പൊ ഹോൾഡ് സിഗ്നലിൽ കൂടി സിഗ്നൽ വന്നിട്ട് മൈക്രോ പ്രോസസർ അക്സെപ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഹോൾഡ് അക്നോളജ് പിന്നിൽ കൂടി ഒരു സിഗ്നൽ വരും. അതായത് ഇത് 1 ആണ് വരുവാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്തു, ഇയാളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലാകും. ഇത് ഹോൾഡ് അക്നോളജ്മെന്റ് പിന്നെ 0 ആണ് വരുവാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തില്ല. സപ്പോസ് അവിടെ ആ അഡ്രസ് ലൈൻസ് വേറെ ഏതെങ്കിലും പർപ്പസ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണേയിരിക്കും. അതുകൊണ്ടാണ് ഹോൾഡ് അക്നോളജും ഹോൾഡ് പിന്നും നമ്മൾ പറയുന്നത്. അപ്പോൾ ഹോൾഡ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, requesting the use of address and data bus. ഈ അഡ്രസ് ബസ് ഡേറ്റാ ബസ് ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചോദിക്കുന്ന ഒരു പിന്നാണ് ഹോൾഡ് എന്ന് പറഞ്ഞ പിന്നെ. അപ്പൊ ഈ ഹോൾഡ് പിന്നെ എവറി ഇൻസ്ട്രക്ഷൻസ് നടക്കുമ്പോഴേക്കും എന്താണ്, ഓരോ ഇൻസ്ട്രക്ഷൻ തീരുമ്പോഴേക്കും ഈ ഹോൾഡ് പിന്നെ ഹൈയും ലോ എന്ന് മാറുന്നതായിരിക്കും. ചിലപ്പോൾ ഹൈയും ആകാം ലോവും ആകാം. ഹൈ ആയി കഴിഞ്ഞെങ്കിൽ മീനിങ് എന്താ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നിന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും, ഓക്കെ നീ എടുത്തോ എന്റെ അഡ്രസ് ബസ് ഡേറ്റാ ബസ് മെമ്മറിക്ക് ഞാൻ തരുന്നില്ല, നീ എടുത്തോ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഹോൾഡ് അക്നോളജ്മെന്റ് പിന്നിൽ കൂടി എന്ത് വരും, ഹൈ അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. ഹൈ വരുവാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു, 0 വരുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് ഹോൾഡ് അക്നോളജ് ഔട്ട്. ഹോൾഡ് അക്നോളജ് യൂസ്ഡ് ടു അക്നോളജ് ദി ഹോൾഡ് റിക്വസ്റ്റ്. ഓക്കെ, ഇത് ഹോൾഡിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത്
അടുത്തത് എന്താണ് റെഡി ഇൻപുട്ട് എന്ന് പറഞ്ഞ പിന്ന്. ഈ റെഡി ഇൻപുട്ട് എന്ന് പറഞ്ഞ പിന്നുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ചോദ്യം വന്നിട്ടുള്ളതാണ്. അതായത് റെഡി ഇൻപുട്ട് പിന്ന് മൈക്രോ പ്രോസസ്സർ വന്നിട്ട് എന്താണ് പ്രോസസ്സിംഗ് ചെയ്തു കഴിഞ്ഞു. നമ്മൾ പുറത്തിരിക്കുന്ന ഒരു പ്രിന്ററോടെയോ അല്ലെങ്കിൽ ഒരു LED ഡിസ്പ്ലേയോടെയോ, പ്രിന്റർ അല്ലെങ്കിൽ LED ഡിസ്പ്ലേ ഇതിന്റെ കൂടെയൊക്കെ നമ്മൾ കണക്ഷൻ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വാങ്ങേണ്ടത് അല്ലെ. അപ്പൊ ഈ ഡിവൈസസിന്റെ സ്പീഡ് എന്ന് പറഞ്ഞതും മൈക്രോ പ്രോസസ്സറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞതും സെയിം ആയിരിക്കണമെന്നില്ല. ഇവരെല്ലാവരും പൊതുവെ സ്ലോ പെരിഫറൽ ഡിവൈസസ് ആയിരിക്കാം. ഓക്കെ, ഇയാളുടെ സ്പീഡ് അനുസരിച്ചിട്ടുള്ള സ്ലോ സ്പീഡ് ആയിരിക്കത്തില്ല ഇവർ. അപ്പൊ ഇയാൾ റെഡി ആകാണ്ട് മൈക്രോ പ്രോസസ്സർ പുറത്തോട്ട് ഔട്ട്പുട്ട് അയച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? പറ്റത്തില്ലല്ലോ അല്ലെ. അപ്പൊ ഇയാൾ റെഡി ആയെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, മൈക്രോ പ്രോസസ്സർ ആ പുറത്ത് സിഗ്നൽ അയച്ചു കൊടുക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് റെഡി ഇൻപുട്ട് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പൊ പ്രിന്ററിൽ പോയിട്ട് നമ്മൾ ഒരു പ്രിന്റ് ചെയ്യാൻ പോണേന് അല്ലെങ്കിൽ ഒരു LED ഡിസ്പ്ലേയിൽ പോയിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പോണേന്. അപ്പൊ മൈക്രോ പ്രോസസ്സർ ഇങ്ങനെ റെഡിയായി നിൽക്കുക, എന്റെ ഔട്ട്പുട്ട് ഞാൻ എങ്ങോട്ട് അയച്ചു കൊടുക്കണം, നീ റെഡി ആയാൽ ചോദിച്ചിരിക്കുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LED ഡിസ്പ്ലേയിലാണ് എനിക്ക് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേന്ന് ഒരു സിഗ്നൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകും. എങ്ങോട്ട്? റെഡി എന്ന് പറഞ്ഞ പിന്നിലോട്ട് പോകും, ഇൻപുട്ടിലോട്ട്. ആ റെഡി ഇൻപുട്ട് എന്ന് പറഞ്ഞ പിന്നിലോട്ട് ഹൈ ആണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ മനസ്സിലാക്കും, ഓക്കെ ആ പെരിഫറൽ ഡിവൈസസ് റെഡി ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് അയച്ചു കൊടുക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പിന്നാണ് എന്താണ് റെഡി. ഇത് ഇൻപുട്ട് പിന്നാണ് കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലേ ദ മൈക്രോ പ്രോസസ്സർ. ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ടൈമിംഗ് തന്നെ ചെയ്യും, നിർത്തിവെക്കും, കുറച്ച് നേരം ഡിലേ ചെയ്തു കൊടുക്കും. ഡിലേ it is used to delay the microprocessor read or write cycles for slow responding peripheral is ready to send or accept data. ഇത് ഇപ്പൊ എന്താണ് ചിലപ്പോൾ കീബോർഡൊന്നും കൂടി വരാം. കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. ആ ഇൻപുട്ട് ഡിവൈസസ് പോലും എന്തായിരിക്കാം? സ്ലോവിൽ വർക്ക് ആവുന്ന ഡിവൈസസ് ആയിരിക്കാം. അപ്പൊ മൈക്രോ പ്രോസസ്സർ നമ്മൾ പറഞ്ഞു കീബോർഡിൽ നിന്ന് വരുന്ന സിഗ്നൽസ് വന്നിട്ട് റീഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ കീബോർഡ് എന്ന് പറഞ്ഞത് ഒരു പെരിഫറൽ ഡിവൈസസ് അല്ലേ, അയാൾ റെഡി ആയെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, മൈക്രോ പ്രോസസ്സർ ഇവിടെ നിന്ന് റീഡ് ചെയ്യത്തുള്ളൂ അല്ലെ. അപ്പൊ കീബോർഡ് റെഡി ആയി എന്നുള്ളത് സിഗ്നൽ എന്താണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് റെഡി ഇൻപുട്ട്. അത് മൈക്രോ പ്രോസസ്സർക്ക് ഒരു ഡിലേ സിഗ്നൽസ് വന്നിട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻ ആയിട്ട് ഇത് പറയണം, സ്ലോ റെസ്പോണ്ടിങ് പെരിഫറൽ ഡിവൈസസ്. ഇത് ഒരു മാർക്കിൽ PSC വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. സ്ലോ റെസ്പോണ്ടിങ് പെരിഫറൽ ഡിവൈസസ് റെഡി ആയി എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് റെഡി ഇൻപുട്ട് എന്ന് പറഞ്ഞ പിന്നെ. ഓക്കെ, അടുത്തത് എന്താ? റീസെറ്റ് ചെയ്യും. റീസെറ്റ് ഇൻ എന്ന് പറയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ ഈ പിന്ന് വന്നിട്ട് ലോ ആണ്, ബാർ ഇട്ടിട്ടുണ്ട്, ബാർ ഇട്ടിരിക്കുന്നത് കൊണ്ട് ലോ പിന്നാണ്. ഈ പിന്ന് ലോ ആയി കഴിഞ്ഞെങ്കിൽ മൈക്രോ പ്രോസസ്സർ യൂണിറ്റ് ഫുള്ളും എന്നാണ് റീസെറ്റ് ആകും. അതായത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ നമ്മൾ ആർക്കിടെക്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റേഴ്സ് ഫുള്ളും 00 അഡ്രസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ. 16 ബിറ്റ് രജിസ്റ്റർ ആണ് ഇത്. എന്നാൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ആകാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റീസെറ്റ് പിന്ന് വന്നിട്ട് എന്താണ്? ലോ ആയി കഴിഞ്ഞെങ്കിൽ മൈക്രോ പ്രോസസ്സറിലുള്ള ആ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ രജിസ്റ്റർ എന്താകും? റീസെറ്റ് ആകും. റീസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അഡ്രസ് 000 ആയിട്ട് മാറിപ്പോകും. അതാണ് റീസെറ്റ്. മൈക്രോ പ്രോസസിംഗ് യൂണിറ്റ് റീസെറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അടുത്തത് റീസെറ്റ് ഔട്ട്. റീസെറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? നേരത്തെ നമ്മൾ റീസെറ്റ് ഇൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? മൈക്രോ പ്രോസസ്സറിലല്ലേ റീസെറ്റ് ആയത് അല്ലെ. അതിലിരിക്കുന്ന ആ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ രജിസ്റ്റർ ഒക്കെ റീസെറ്റ് ആയി 0000 എന്ന് വന്നു അല്ലെ. ഈ റീസെറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴേക്കും പുറത്തിരിക്കുന്ന പെരിഫറൽ ഡിവൈസസ് ഇല്ലേ അതും കൂടി ചേർന്നിട്ട് റീസെറ്റ് ആകും. അതാണ് റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പിന്നെ. ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മൈക്രോ പ്രോസസിംഗ് യൂണിറ്റ് ഇസ് ബീയിങ് റീസെറ്റ് ആൻഡ് ഓൾസോ റീസെറ്റ് അതർ ഡിവൈസസ്. ഈ ഒരു പോയിന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. റീസെറ്റ് ഇൻ എന്ന് പറഞ്ഞത് മൈക്രോ പ്രോസസ്സർ മാത്രം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ്? മൈക്രോ പ്രോസസ്സറും റീസെറ്റ് ആകും, അതേ സമയത്ത് അതർ യൂണിറ്റ്സും എന്താണ് പുറത്തുനിന്നിരിക്കുന്ന അതർ ഡിവൈസസും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പിന്നുകൾ. ഓക്കെ, അങ്ങനെ എക്സ്റ്റർണലി ഇനിഷ്യേറ്റഡ് ആൻഡ് ഇന്ററപ്റ്റ് പിന്നുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പിൻ ഡയഗ്രാമിൽ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, എക്സ്റ്റർണലി ഇനിഷ്യേറ്റഡ് പിന്നുകൾ ആൻഡ് ഇന്ററപ്റ്റ് പിന്നുകൾ എന്ന് പറഞ്ഞു. അതിൽ എന്താണ്? ഇന്ററപ്റ്റ് പിന്നുകളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഉണ്ട് ഇന്ററപ്റ്റ് പിന്നുകൾ. ട്രാപ്പ്, RST 7.5, 6.5, 5.5, INTR എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം എന്തുവാണ്? ഇന്ററപ്റ്റ് പിന്നാണ്. ഇതിന്റെ കൂടെ എക്സ്റ്റർണൽ എന്താണ്? ഇന്ററപ്റ്റ് അക്നോളജ് പിന്നും കൂടി വേണം. അതാണ് ഇന്ററപ്റ്റ് അക്നോളജ് പിന്ന്. നോക്കിയേ, ഇതെല്ലാം അകത്തോട്ടാണ് ആരോ ഇട്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പുറത്തുനിന്നാണ് ഇന്ററപ്റ്റ് സിഗ്നൽ വരേണ്ടത്. ഇന്ററപ്റ്റ് അക്നോളജ് എന്ന് പറഞ്ഞത് ഇയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു സിഗ്നൽ ആണ്. അതുകൊണ്ടാണ് ആരോ പുറത്തോട്ട് ഇരിക്കുന്നത്. അത് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ ട്രാപ്പ്, RST 7.5, 6.5, INTR പിന്നെ ഇന്ററപ്റ്റും. അപ്പൊ ഇതെല്ലാമാണ് ഇന്ററപ്റ്റ് പിന്നുകൾ. അടുത്തത് എന്താണ്? എക്സ്റ്റർണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽ. എക്സ്റ്റർണലി ഇനിഷ്യേറ്റഡ് സിഗ്നലിൽ വരുന്നതാണ് എന്ത്? ഹോൾഡ്. ഇവിടെ ഉണ്ട് ഹോൾഡ്, ഇവിടെ ഉണ്ട് ഹോൾഡ് അക്നോളജ്മെന്റ്. ഹോൾഡും ഹോൾഡ് അക്നോളജ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. അടുത്തത് റെഡി എന്ന് പറഞ്ഞ പിന്നെ പെരിഫറൽ ഡിവൈസസ്, സ്ലോ പെരിഫറൽ ഡിവൈസസ് റെഡി ആയി എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് റെഡി പിന്ന്. ഹോൾഡ് പിൻ എന്താണ്? പുറത്തിരിക്കുന്ന പെരിഫറൽ ഡിവൈസസ് മൈക്രോ പ്രോസസറിന്റെ അഡ്രസ് ലൈൻസ് ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് പിന്നാണ് ഹോൾഡ് പിന്ന്. അതിനുള്ള അക്നോളജ് പിന്നാണ് ഹോൾഡ് അക്നോളജ് എന്ന് പറഞ്ഞത്. പിന്നെ റീസെറ്റ് ഇന്നും റീസെറ്റ് ഔട്ടും ഉണ്ട്. റീസെറ്റ് ഇന്ന്. ഓക്കെ, ഇത് റീസെറ്റ് ഔട്ട്. റീസെറ്റ് ഇൻ എന്ന് പറഞ്ഞ പിന്നെ എന്താണ്? മൈക്രോ പ്രോസസറെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പിന്നെ മൈക്രോ പ്രോസസർ കൂടാണ്ട് പുറത്ത് ഇതിന്റെ കൂടെ കണക്ഷൻ ചെയ്തിരിക്കുന്ന ഡിവൈസസുകളെ വന്നിട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഹോൾഡ്, ഹോൾഡ് അക്നോളജ്മെന്റ്, റീസെറ്റ് ഇൻ, റെഡി, റീസെറ്റ് ഔട്ട്, പിന്നെ ഏതാ? ഓക്കെ അല്ലേ? എല്ലാം ആയില്ലേ?
ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് ആൻഡ് ഇന്ററപ്റ്റ് സിഗ്നൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി